ഹലോ, നമുക്കിന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ? ഞാനിവിടെ ചില്ലി ചിക്കൻ ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. കാരണം ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള ചില്ലി ചിക്കനാണ് കൂടുതൽ ടേസ്റ്റ്. എനിക്ക് പേഴ്സണലി അതാണ് കൂടുതൽ ഇഷ്ടം. ആദ്യം തന്നെ ഇതാ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചിക്കൻ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിവിടെ ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായി ചെറിയ ചെറിയ പീസസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൽ വെള്ളം ഫുള്ളായിട്ടൊന്ന് വാർത്ത് കളയണം കേട്ടോ. ഒട്ടും തന്നെ വെള്ളം പാടില്ല, കാരണം മുട്ടയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിനുശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനിൽ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമ്മളിവിടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ആണെങ്കിൽ ഫുഡ് കളറൊക്കെ അവർ ആഡ് ചെയ്യും. നമ്മളിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഇതാ 2 ടീസ്പൂൺ കോൺഫ്ലോർ, 2 ടീസ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കനിലോട്ട് 1 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു മുട്ട മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മുട്ട ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. ആ ഒരു ടൈം കൊണ്ട് ഇതൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ച് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിക്കോളും. ഈ ഒരു ടൈം കൊണ്ട് ഞാനിതാ നമുക്ക് ചില്ലി ചിക്കനിലോട്ടുള്ള ഉള്ളി ക്യാപ്സിക്കം ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യൂബ്സ് ആയിട്ടാണ് ഉള്ളിയും ക്യാപ്സിക്കം ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു സൈസിൽ ഒരു മീഡിയം സൈസിലുള്ള 2 ഉള്ളിയും അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള 1 ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം കളർഫുള്ളായിട്ട് യെല്ലോ റെഡൊക്കെ വേണമെങ്കിൽ എടുക്കാം. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ചിക്കനിലോട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. സോഫ്റ്റ് ആയിട്ടുണ്ട് ചിക്കൻ. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചിക്കൻ ചെയ്യുന്നത്. ഒന്ന് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. കാരണം ചില്ലി ചിക്കൻ ഡ്രൈ ഫ്രൈ ആണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യുക. അത് കഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല സോഫ്റ്റും ആയിരിക്കും ചിക്കൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ പുറത്ത് കുറച്ച് ക്രിസ്പി ആയിട്ട് ഭയങ്കര ടേസ്റ്റ് അങ്ങനെയുള്ള ചില്ലി ചിക്കൻ കഴിക്കാനായിട്ട്. ഇതിൽ മെയിനായിട്ട് വേണ്ട ഒരു സംഭവമാണ് സ്പ്രിംഗ് ഒനിയൻ. എനിക്കിവിടെ സ്പ്രിംഗ് ഒനിയൻ കിട്ടിയില്ല. ഈ ഒരു സീസണിൽ അവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അതെനിക്ക് കിട്ടിയില്ല കേട്ടോ. എന്തായാലും അത് ചേർത്ത് കൊടുക്കണേ. ചില്ലി ചിക്കൻ ശരിക്കും നല്ലൊരു ഫ്ലേവർ തന്നെ തരുന്നതാണ് ഈ സ്പ്രിംഗ് ഒനിയൻ എന്നിട്ട്. ഇല്ലയെന്ന് വിചാരിച്ച് ഉണ്ടാക്കാതിരിക്കണ്ട, ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷേ കിട്ടുകയാണെങ്കിൽ നല്ലതാണത്. ഇനി ഇതാ ചിക്കൻ്റെ ഒരു ഭാഗം ആയതിനു ശേഷം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആയതിനു ശേഷം ഈ ഒരു രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റി കൊടുക്കാം. ശ്രദ്ധിക്കണം കേട്ടോ, ചിക്കൻ കരിഞ്ഞു പോകാനൊന്നും പാടില്ല. ഇടയ്ക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് അങ്ങനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ എല്ലാം ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തില്ല കേട്ടോ. ആദ്യം തന്നെ കുറച്ച് മാത്രമേ ഇട്ടുള്ളൂ. അടുത്ത ട്രിപ്പ് ഇതേപോലെ തന്നെ ഇട്ട് നമുക്കതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്ത ട്രിപ്പിൾ ചിക്കനും കൂടെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതിൽ നിന്ന് ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തതിന് ശേഷം ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഞാനിവിടെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്, നൈസായിട്ട്. അതുപോലെ പച്ചമുളക് 1-2 പച്ചമുളക് എടുക്കുക. അധികം എരിവുള്ള പച്ചമുളകാണെങ്കിൽ കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ. 2 എടുത്താൽ മതി. ഇനി അതൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഉള്ളി ചേർത്ത് കൊടുക്കുക. നമ്മൾ ചൈനീസ് കുക്കിംഗ് അപ്പോൾ ഫാസ്റ്റ് കുക്കിംഗ് ആണ് കേട്ടോ. ചൈനീസ് റെസിപ്പീസ് എല്ലാം ഫാസ്റ്റ് കുക്കിംഗ് ആണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കയ്യെത്തുന്നിടത്ത് തന്നെ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാൻ വേണ്ടി. ഇനി ഇതാ ഉള്ളി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ആവശ്യത്തിലുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഒരുപാട് വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സോട്ടായാൽ മാത്രം മതി കേട്ടോ ആ ഒരു ഓയിലിൽ കിടന്ന്. അതിനുശേഷം ആദ്യം തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂൺ സോയ് സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടേബിൾ സ്പൂൺ തന്നെ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡ് ചില്ലി സോസാണ്. അതിനുശേഷം ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നമ്മളെ കോൺഫ്ലോർ ഉണ്ടല്ലോ, അത് 2 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്തതിന് ശേഷം അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഞാൻ ചില്ലി ചിക്കൻ ഡ്രൈ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ.
അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ മധുരവും ഉപ്പും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ കുറച്ച് ഗ്രേവി ആയിട്ടുള്ള ചില്ലി ചിക്കനാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ നേരത്തെ ഞാൻ വെള്ളത്തിൽ കോൺഫ്ലോർ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തില്ലേ, ആ ഒരു ടൈമിൽ ഒരു അരക്കപ്പ് വെള്ളത്തിൽ 3 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചധികം ഗ്രേവി ഉണ്ടാവും. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഗ്രേവി എനിക്ക് ഒട്ടും തന്നെ വേണ്ട, കാരണം ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ടേൻ്റെ കൂടെ കഴിക്കുമ്പോഴത്തേക്കും കുറച്ച് ഗ്രേവി ആവാം, കുറച്ചധികം ഗ്രേവി ആകുമ്പോഴത്തേക്കുമാണ് നല്ല ടേസ്റ്റ്. ഇനി ഫൈനലി ഞാനിതാ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഒനിയൻ്റെ ആ ഒരു ഗ്രീൻ പാർട്ട് ഈ ഒരു ടൈമിൽ വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ചില്ലി ചിക്കൻ ഡ്രൈ ഫ്രൈ ഭയങ്കര ടേസ്റ്റാണ്. ഇത് സ്റ്റാർട്ടറായിട്ടൊക്കെ വെറുതെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയൊക്കെ ഒരുപാട് ഗ്രേവി ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇനി ചില്ലി ചിക്കൻ നമുക്ക് കഴിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഇനി എല്ലാവരും ഇതുപോലെ തന്നെ കഴിക്കണം, ചില്ലി ചിക്കൻ കഴിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്